സലാം ഗൈസ്, എന്തെല്ലാം സുഖമല്ലേ എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഈ കവച കുണ്ടലങ്ങളൊക്കെ ഇട്ട് ഈ തണുപ്പത്ത് അമ്മനെ കാണാൻ വേണ്ടി പോവാണ്. ഇറങ്ങണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഒത്തിരി തവണ ആലോചിച്ചു. കാരണം വെതർ അത്രയ്ക്ക് മോശമായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. ഇവിടുത്തെ തണുപ്പിനപ്പുറം ഈ കാറ്റാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പൊ പിന്നെ അങ്ങ് ഒറ്റമേണ്ടി ഇറങ്ങി, കാരണം അവള് അടുത്ത ദിവസം പോവായിരുന്നു. അമ്മനെയും പിക്ക് ചെയ്തിട്ട് വേണമായിരുന്നു നമുക്ക് പോകാൻ. അപ്പൊ 2 സ്റ്റോപ്പ് ഇട്ടു. അങ്ങനെ ക്യാബ് വിളിച്ചു, വന്നു, കയറി, എത്തേണ്ടടുത്ത് എത്തിയിട്ടോ. അമ്മയെ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ടല്ലോ, ഇതാണ് അമ്ന, നമ്മുടെ സുന്ദരിക്കുട്ടി. സോറി, ഒരു തിരുത്തുണ്ട്, അമ്നക്കുട്ടി. എന്റെ പപ്പ പോലും അവളെ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ നമ്മളും അങ്ങനെ വിളിക്കണ്ടേ. അപ്പൊ ഗൈസ്, വന്ന ദൗത്യം കട കണ്ടുപിടിക്കാം. എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ ആടിപ്പാടി ഒരു റെസ്റ്റോറന്റ് നമ്മൾ കണ്ടുപിടിച്ചു. പിസൈനി നമ്മൾ കയറി ഒരിടത്തിരിക്കും. അമ്മയ്ക്ക് അത് പറ്റത്തില്ല. ഇല്ലടി നമുക്ക് കുറച്ചുകൂടെ അകത്തിരിക്കാന്നും പറഞ്ഞിട്ട് അകത്തോട്ട് പോവാണ്. അത്യാവശ്യം വലിയ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമുക്ക് 2 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പറ്റിയ സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എനിക്കിങ്ങനെ അമ്മയുടെ കൂടെ പുറത്തോട്ടൊക്കെ പോയി ഫുഡ് അടിക്കാനാണെങ്കിലും കറങ്ങാൻ പോകാനാണെങ്കിലും അത് വേറൊരു വൈബാണ് ഗൈസ്. പ്രത്യേകിച്ച് അവളുടെ കുട്ടിത്തം, എന്റെ കുട്ടിത്തം, ഇത് പോരെ വൈബാക്കാൻ. പിന്നെ ഞാൻ അവിടുത്തെ മെനു ഒക്കെ നോക്കി, എന്താ വരുന്നത്, എന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അത്രയുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു പിസ്സ ഓർഡർ ചെയ്തു, പിസ്സ റാഞ്ച്. എന്തായാലും നല്ലതായിരുന്നു. നമ്മൾ നേരത്തെ ഒരു തവണ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ തമാശകൾ, അറിയാലോ, ഞാനും അമ്മയാണ്, എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാണ്ടിരിക്കില്ല. പിന്നെ നമ്മൾ ഇരുന്ന് ഒത്തിരി സംസാരിച്ചു. നമ്മുടെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എപ്പോഴും പറയാനായിട്ട്. കഥാപാത്രങ്ങൾ ഇനിയും 2 പേരുണ്ട്, സിയ, ആലിയ. നമ്മൾ 4 പേരുണ്ടെങ്കിലേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഈ പറയുന്ന 3 പേരും, അതായത് നമ്മൾ 4 പേരടങ്ങിയ ഈ ഫ്രണ്ട്ഷിപ്പ് ബാക്കുൽ ഇവിടെ വന്ന് ഫസ്റ്റ് ഡേ തൊട്ട് തുടങ്ങിയതാണ്. നാട്ടിലെ കോളേജ് ലൈഫ് പോലെ അല്ല ഇവിടുത്തെ, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നാട്ടിലായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്സ്, നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുക. ഇങ്ങനെ ഇതേപോലെ ഇവരെ ഹാപ്പി ആക്കി വെക്കുക. ആ ജോളി വൈബ് പിടിച്ചു പോകണം. കാരണം കോളേജ് ലൈഫിലെ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നോക്കണ്ട, തിരിച്ചു കിട്ടൂല. കോളേജ് ലൈഫ് തന്നെയാണ്. അതിനുശേഷമുള്ള എൻജോയ്മെന്റ് അപ്പോൾ. പരിപാടി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോട്ടെ. അപ്പൊ ഗൈസ്, ലവ് യു ആൻഡ് സാവും.